ഹായ് എല്ലാവർക്കും വെൽക്കം ടു RKM റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു എഗ് ബുർജി മുട്ട ബുർജി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. സാധാരണ എഗ് ബുർജി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഇതൊരു വ്യത്യസ്തമായ ഒരു രുചിയിലാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇതിന് എഗ് ബുർജിക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് ഒരു 10 മുട്ട എടുത്തതിൻ്റെ ഒരു 5 എണ്ണം ചെറുതായ ഉള്ളി, ഒരു 3 തക്കാളി, പിന്നെ ഒരു 5-6 എണ്ണം ചെറുത് പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ. ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അല്പം കർച്ചപ്പിട്ട് കൊടുക്കും. ഇനി കട്ട് ചെയ്ത് വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക്, ചെറുള്ളി എല്ലാം കൂടി ഒന്നിച്ച് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ചെറുതായി വെക്കണം. ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കണം. അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂണാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ചെറുതാക്കി വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വേവിച്ച് നമുക്കിത് മുട്ട പൊട്ടിച്ച് വെച്ച മുട്ട ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബുർജി ആയതുകൊണ്ട് നമുക്ക് ഉള്ളി അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല. മുട്ട ഒഴിച്ച ശേഷം നമുക്കൊന്നത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറുനാരങ്ങ നീര് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം എഗ് ബുർജി റെഡിയാണ്. നമുക്കിനി ഇതൊന്ന് അടച്ചു കൊടുക്കണം. ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവണം. ഇത് ഏകദേശം എഗ് ബുർജി ഇപ്പോൾ റെഡിയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഗ് ബുർജിയാണ്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് പൊറോട്ടയ്ക്കും ചോറിനും അതുപോലെ എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത ഒരു വീഡിയോ വരെ നമുക്ക് ബൈ ബൈ.